എല്ലാവരെയും CS ക്യാപ്സൂളിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നമ്പർ സിസ്റ്റത്തിൻ്റെ ഹിസ്റ്ററിയെപ്പറ്റി നാം പഠിക്കുകയുണ്ടായി. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഈ നമ്പേഴ്സ് വെച്ചുള്ള വേരിയസ് ഓപ്പറേഷൻ, ബേസിക് ഓപ്പറേഷൻ പുരാതന മനുഷ്യർ നടത്തിയിരുന്ന ഉപകരണങ്ങളെ പറ്റിയാണ്. അഥവാ ഇന്ന് നാം കാണുന്ന കമ്പ്യൂട്ടർ വരെ എത്തി നിൽക്കുന്ന ഈ ഉപകരണങ്ങളെക്കുറിച്ചാണ്, അതിലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. അബാക്കസ് കുട്ടികളെല്ലാം കേട്ടിരിക്കും. നിങ്ങളുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അബാക്കസ് എന്നുള്ള പല കോഴ്സുകളും പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. ഇത് കാൽക്കുലേഷന് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ്. ഇപ്പോൾ ഡിസ്കവേർഡ് ബൈ മെസപ്പൊട്ടേമിയൻസ് അറൗണ്ട് 3000 BC. 3000 BCയിൽ ഇറാഖിൻ്റെ ഭാഗത്ത് ജീവിച്ചിരുന്നവരാണ്. ഇന്നത്തെ ഇറാഖിൻ്റെ ഭാഗത്ത്, അവിടെയാണ് മെസപ്പൊട്ടേമിയ, ആണ് കണ്ടുപിടിച്ച ഒരു ഉപകരണമാണ് അബാക്കസ്. ഇതായിരുന്നു ഫസ്റ്റ് കമ്പ്യൂട്ടിംഗ് മെഷീൻ ഫോർ അരിത്മെറ്റിക് കാൽക്കുലേഷൻസ്. പണ്ട് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒന്നാമത്തെ ഒരു ഉപകരണമാണ് അബാക്കസ്. കമ്പ്യൂട്ടിംഗ് മെഷീൻ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ. അതുകൊണ്ട് ഇതിനെ ദിസ് ആൾസോ നോൺ ആസ് ഫസ്റ്റ് കമ്പ്യൂട്ടർ ഫോർ ബേസിക് അരിത്മെറ്റിക് കാൽക്കുലേഷൻ എന്നും അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കൗണ്ടിങ് ഫ്രെയിം. ഇതിനെ മറ്റൊരു പേരാണ് കൗണ്ടിങ് ഫ്രെയിം. ഈ ഉപകരണത്തെ നമുക്ക് രണ്ട് ഭാഗമാക്കി തിരിക്കാം. അപ്പർ പാർട്ട്, മുകളിലെ ഒരു ഭാഗവും താഴത്തെ മറ്റൊരു ഭാഗവും. മുകളിലെ ഓരോ ദണ്ടിലും 2 ബീഡ്സാണുള്ളത്. ഓരോ ബീഡിൻ്റെ വാല്യൂവും 5 ആണ്. താഴെ ഓരോ ദണ്ടിലും 5 ബീഡ്സാണുള്ളത്. ഈച്ച് വാല്യൂ ഓഫ് ഈച്ച് ബീഡ്, ഓരോ ബീഡിൻ്റെ വാല്യൂവും 1 ആകുന്നു. പണ്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ, വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് അബാക്കസ്? തെറ്റിപ്പോകരുത്, കൗണ്ടിങ് ഫ്രെയിമാണ്. അതുപോലെ തന്നെ മെസപ്പൊട്ടേമിയൻസ് ഡിസ്കവേർഡ് ഡാഷ് അറൗണ്ട് 3000 BC. മെസപ്പൊട്ടേമിയൻസ് 3000 BCയിൽ കണ്ടുപിടിച്ച ഒരു ഉപകരണമാകുന്നു ഡാഷ് അബാക്കസ്. അങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് 2 പ്രാവശ്യം ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നാപ്പിയർ ബോൺസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് മൾട്ടിപ്ലിക്കേഷൻസ് ഈസിലി. വളരെ പെട്ടെന്ന് പുരാതന കാലത്ത് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് നാപ്പിയർ ബോൺസ്. ഇൻവെൻറ്റഡ് ബൈ ജോൺ നാപ്പിയർ. ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് ജോൺ നാപ്പിയർ എന്ന സയൻറ്റിസ്റ്റാണ്. ഹി ആൾസോ ഇൻവെൻറ്റഡ് ലോഗരിതം. ലോഗരിതം കണ്ടുപിടിച്ചിട്ടുള്ളതും ജോൺ നാപ്പിയർ തന്നെയാണ്. നിങ്ങൾക്കിവിടെ കണ്ടാൽ അറിയാം, മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. 1 into 1, 1 into 1 കണ്ടു, 0 1, 0 എന്ന് പറഞ്ഞാൽ 1, 1 into 2, 0 2 2. ഇപ്പോൾ ഇവിടെ 3 into 7, 3 into 7 21. അതുപോലെ തന്നെ 3 into 9 27. അതുപോലെ തന്നെ 9 into 9 81. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പുരാതന കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് നാപ്പിയർ ബോൺ. പാസ്കലൈൻ. ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടിംഗ് മെഷീൻ ഈസ് പാസ്കലൈൻ. ഒന്നാമത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടിംഗ് മെഷീൻ. മെക്കാനിക്കൽ എന്ന് വെച്ചാൽ കുറച്ച് മെക്കാനിക്കലായിട്ട്, മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് വീല്, അതുപോലെ തന്നെ ഗിയർ. ഇപ്പം നമ്മൾ വാഹനങ്ങളൊക്കെ ഒരു മെക്കാനിക്കലായിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മെഷീനായിരുന്നു പാസ്കലൈൻ. ശ്രദ്ധിക്കുക, ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടിംഗ് മെഷീൻ ഏതാണെന്ന് ചോദിച്ചാൽ പാസ്കലൈൻ ഒരു പ്രാവശ്യം ചോദിച്ചതാണെന്ന് ശ്രദ്ധിക്കുക. ഡെവലപ്ഡ് ബൈ ബ്ലെയ്സ് പാസ്കൽ. ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് ബ്ലെയ്സ് പാസ്കലാണ്. കേപ്പബിൾ ഓഫ് ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് 2 നമ്പേഴ്സ് ഡയറക്റ്റ്ലി. 2 നമ്പേഴ്സ് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന അന്ന് ഒരു മെക്കാനിക്കൽ കമ്പ്യൂട്ടിംഗ് മെഷീനാണ് പാസ്കലൈൻ. ലേബിൻസ് കാൽക്കുലേറ്റർ ഓർ ലിബിനീസ് കാൽക്കുലേറ്റർ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് സ്റ്റെപ്പ് റെക്കനർ. ഇതിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റെപ്പ് റെക്കനർ. ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. ലെബിനീസ് കാൽക്കുലേറ്റർ ആൾസോ നോൺ ആസ് ഡാഷ് സ്റ്റെപ്പ് റെക്കനർ. എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് പാസ്കലൈൻ. പാസ്കലൈൻ്റെ ആശയങ്ങൾ ഒന്നും കൂടി വലുതാക്കിയിട്ടുണ്ടാക്കിയതാണ് ലേബിൻസ് കാൽക്കുലേറ്റർ അഥവാ സ്റ്റെപ്പ് റെക്കനർ. കേപ്പബിൾ ഓഫ് പെർഫോമിങ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇതിന് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടി നടത്താനുള്ള ഒരു കഴിവ് കൂടി ലെബിനീസ് കാൽക്കുലേറ്ററിന് ഉണ്ടായിരുന്നു. അടുത്ത വരുന്നത് ജാക്കേർഡ് ലൂം. ലൂം എന്ന് വെച്ചാൽ വസ്ത്രം, നെയ്യാൻ ഉപയോഗിക്കുന്ന, വസ്ത്രങ്ങൾ നെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനായിരുന്നു ജാക്കേർഡ് ലൂം.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു സംശയം വരാം, ഇതെന്തുകൊണ്ട് ഇതൊരു കാൽക്കുലേഷൻ മെഷീൻ അല്ലല്ലോ, എന്തുകൊണ്ടാണ് ഇതിവിടെ പറഞ്ഞിട്ടുള്ളത്? കാരണം ഇതിനാണ് ആദ്യമായിട്ടൊരു സ്റ്റോറേജ് എബിലിറ്റി ഉള്ള ഒരു മെഷീനാണിത്. പാറ്റേണുകൾ ഡിസൈൻ അതെന്ന് വെച്ചാൽ ഡ്രസ്സുകൾ ഏത് രീതിയിലാണ് ഡിസൈനുള്ള ഡ്രസ്സാണോ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്, ആ ഡിസൈൻ പാറ്റേൺ പഞ്ച് കാർഡ്സിൽ സ്റ്റോർ ചെയ്തിട്ട് 1000 ഡിസൈൻ അല്ലെങ്കിൽ 2000 ഡിസൈൻ വസ്ത്രങ്ങൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അതിങ്ങനെ നിർമ്മിച്ചെടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ് ജാക്കേർഡ് ലൂം. അപ്പോൾ പഞ്ച് കാർഡിൽ പാറ്റേൺ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു കഴിവ് ഈ ജാക്കേർഡ് ലൂമിനുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യൂസ്ഡ് പഞ്ച് കാർഡ്സ് ടു സ്റ്റോർ പാറ്റേൺ. ആ ഡിസൈൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് പഞ്ച് കാർഡ്സിലായിരുന്നു. സ്റ്റോറേജ് എബിലിറ്റി ഉണ്ടായിരുന്നു. വ്യത്യസ്ത ഡിസൈനുകൾ ഓരോരോ പഞ്ച് കാർഡ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുമായിരുന്നു. ഇൻവെൻറ്റഡ് ബൈ ജോസഫ് മാരി ജാക്കേർഡ്. ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് ജോസഫ് മാരി ജാക്കേർഡ് ആണ്. ദിസ് ദ ഫസ്റ്റ് മെഷീൻ വിത്ത് സ്റ്റോറേജ് എബിലിറ്റി. സ്റ്റോറേജ് കഴിവുള്ള അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിവുള്ള ഒന്നാമത്തെ മെഷീനായിരുന്നു ജാക്കേർഡ് ലൂം. അതുകൊണ്ടാണ് അതിവിടെ പ്രതിപാദിക്കാൻ കാരണം. ഡിഫറൻസ് എഞ്ചിൻ ഇൻവെൻറ്റഡ് ബൈ ചാൾസ് ബാബേജ്. ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് ചാൾസ് ബാബേജ് എന്ന സയൻറ്റിസ്റ്റാണ്. capable of performing arithmetic operations and print results automatically. ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേഷൻസ് നടത്താനും റിസൾട്ട് ഓട്ടോമാറ്റിക്കായി ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ് ഡിഫറൻസ് എഞ്ചിൻ. കണ്ടുപിടിച്ചിട്ടുള്ളത് ചാൾസ് ബാബേജ്. അടുത്തത് അനലിറ്റിക്കൽ എഞ്ചിൻ, പ്രെഡിസിസർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ. ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. ഇൻവെൻറ്റഡ് ബൈ ചാൾസ് ബാബേജ്. ഇതും കണ്ടുപിടിച്ചിട്ടുള്ളത് ചാൾസ് ബാബേജ് ആണ്. അതുപോലെ തന്നെ ജാക്കേർഡ് ലൂമിൽ പാറ്റേൺ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പഞ്ച് കാർഡ്സ് തന്നെയായിരുന്നു ഇവിടെയും ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ പ്രോഗ്രാം എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തേണ്ടത് എന്ന് പ്രതിപാദിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് പഞ്ച് കാർഡ്സിലായിരുന്നു. അഥവാ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യുന്നത് പഞ്ച് കാർഡ്സിലായിരുന്നു. ഈ ഇൻസ്ട്രക്ഷൻസ് എഴുതി കൊടുത്തിരുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതി കൊടുത്തിരുന്ന പ്രോഗ്രാമറാണ് അഗസ്റ്റ അഡ കിങ്. ഈ അനലിറ്റിക്കൽ എഞ്ചിന് വേണ്ടിയിട്ട് പ്രോഗ്രാം പഞ്ച് കാർഡ്സിൽ തയ്യാറാക്കിയിരുന്ന അന്നത്തെ ഒരു പ്രോഗ്രാമറാണ് അഗസ്റ്റ അഡ കിങ്. ആൻഡ് ഷീ ഈസ് നോൺ ആസ് ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമറായിട്ട് അറിയപ്പെടുന്നതും ഈ അഗസ്റ്റ അഡ കിങ്. അവർ അനലിറ്റിക്കൽ എഞ്ചിന് വേണ്ടി ആദ്യമായി പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത അവരാണ്. അതുകൊണ്ട് തന്നെ അവരെയാണ് ആദ്യത്തെ പ്രോഗ്രാമർ എന്ന് അറിയപ്പെടുന്നത്. ഈ അനലിറ്റിക്കൽ എഞ്ചിനും ഡിഫറൻസ് എഞ്ചിനും കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് മോഡേൺ മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ ഈസ് ഡാഷ് ചാൾസ് ബാബേജ്. ഹോളേഴ്സ് മെഷീൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് മെഷീൻ യൂസ്ഡ് ഇലക്ട്രിസിറ്റി ടു ഓപ്പറേറ്റ്. മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ ഉപകരണമാണ് ഹോളേഴ്സ് മെഷീൻ. അതായിരുന്നു ആദ്യമായി ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്ത മെഷീൻ. അതുപോലെ തന്നെ ഹോളേഴ്സ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ. ആദ്യമായിട്ടൊരു ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഹോളേഴ്സ് ആയിരുന്നു. അത് കുറേ മറ്റ് കമ്പനികളുമായി ചേർന്ന് ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ കമ്പ്യൂട്ടർ കമ്പനികളിലൊന്നായ IBM ആയി തീർന്നു. IBM മീൻസ് ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ. അടുത്തത് മാർക്ക് 1. കമ്പ്യൂട്ടർ എന്ന പേരിൽ വന്നത് ഈ മാർക്ക് 1 കൂടിയാണ്. ഇറ്റ് വാസ് ദ ഓട്ടോമാറ്റിക് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ. ഇതാണ് ആദ്യത്തെ ഓട്ടോമാറ്റിക് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് മാർക്ക് 1 ആണ്. ഇൻവെൻറ്റഡ് ബൈ ഹൊവാർഡ് ഐക്കൺ. ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ഹൊവാർഡ് ഐക്കൺ ആണ്. ബേസ്ഡ് ഓൺ അനലിറ്റിക്കൽ എഞ്ചിൻ. അനലിറ്റിക്കൽ എഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ്, അതിൽ നിന്നുമാണ് ഹൊവാർഡ് ഐക്കൺ മാർക്ക് 1 ഈ കണ്ടുപിടിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, വിച്ച് ഈസ് ദ ഫസ്റ്റ് ഓട്ടോമാറ്റിക് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചതാണ് മാർക്ക് 1. Who is the first programmer in the world?
വിച്ച് ഈസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടിംഗ് മെഷീൻ, വിച്ച് ഈസ് ദ ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടിംഗ് മെഷീൻ. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും ആയിട്ടും ഓരോ വർഷവും ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്ന് വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് മുൻകാല ബോർഡ് എക്സാമിന് വന്നിട്ടുള്ളത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലുള്ളത് അയച്ചു തരും. ഞാൻ ഓരോ ചാപ്റ്റർ അയച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറുകളൊന്നും വരച്ചെടുക്കേണ്ട, എന്ന് വെച്ചാൽ ഡിവൈസ് ഒന്നും വരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിലുള്ള പോയിൻറ്റ്സ് അത് നിങ്ങൾ 1 by 1 ആയിട്ട് നോട്ടിലേക്ക് നിങ്ങളിപ്പോൾ തന്നെ എഴുതിയെടുക്കണം. ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ ആ നോട്ട്സ് എല്ലാവരും ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരികയും വേണം. ഇതുവരെ ആയിട്ടും ആരെങ്കിലും ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ടു ആൾ.